ഒരു ചായ കുടിച്ചാലോ എന്ന ചോദ്യം മലയാളികൾക്ക് സൗഹൃദത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ഒക്കെ ഷോർട്ട് ഫോമാണ്. രോഗം കൊണ്ട് വലച്ച നിർധനരായ കുറേ മനുഷ്യരുണ്ട്. അവർക്ക് കരുതലിൻ്റെ കരം നീട്ടിക്കൊണ്ടാണ് വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെൻറ് ജോർജ് ആശുപത്രിയും നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചത്. അങ്ങനെ സൗജന്യ ഡയാലിസിസിന് പണം കണ്ടെത്താൻ അവർ സംഘടിപ്പിച്ച ചായ കാർണിവൽ ആഘോഷമാക്കുകയാണ് വാഴക്കുളത്തെ ജനങ്ങൾ. ഒരു വർഷം 7000 ഡയാലിസിസുകളെങ്കിലും സൗജന്യമായി നൽകാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങാകണമെന്ന ഒരു നാടിന്റെ തീരുമാനമാണ് ചായ കാർണിവൽ എന്ന ആശയത്തിന് പിന്നിൽ. അങ്ങനെ വാഴക്കുളം കല്ലൂർക്കാട് കവലയിൽ ജനുവരി 15-ന് നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടി ചായ കാർണിവൽ ആരംഭിച്ചു. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തനം. ഉത്പാദന ചെലവ് മാത്രം ഈടാക്കി ബാക്കി ലഭിക്കുന്ന മുഴുവൻ ലാഭവും ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായാണ് മാറ്റിവെക്കുന്നത്. നമ്മുടെ ഈ വാഴക്കുളം പരിപാടി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലുള്ള പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ഇവിടുത്തെ ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വളരെ ഗംഭീരമായിരുന്നു. വെറും ചായ മാത്രമല്ല, വ്യത്യസ്തമായ പലതരം രുചിക്കൂട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വാഴക്കുളം മെർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ സ്പെഷ്യൽ നാടൻ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ പിന്തുണയോടെ പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ക്ലബ് അധികൃതരുടെ പ്രതീക്ഷ. കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബാണ് വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ്. ഈ ക്ലബ്ബിൽ അംഗങ്ങളെ ചേർക്കുന്നതിനും ഇതിൻ്റെ ധനശേഖരണാർത്ഥവുമാണ് നമ്മൾ വാഴക്കുളത്ത് പൈനാപ്പിൾ സിറ്റിയിൽ ചായ കാർണിവൽ എന്ന ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടകം സെക്കൻഡ് ഷിഫ്റ്റ് പൂർത്തീകരിച്ച് 250 ഡയാലിസിസ് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു വർഷത്തിൽ 6300 ഡയാലിസിസ് ചെയ്തു നൽകുക എന്നുള്ളതാണ് നമ്മുടെ സെൻറ്ററിൻ്റെ ഉദ്ദേശം. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെന്റ് ജോർജ് ആശുപത്രിയും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി ധനശേഖരണം നടത്തുക എന്ന ലക്ഷ്യമാണ് ചായ് കാർണിവലിന് പിന്നിൽ. അവർ ചാരിറ്റിക്ക് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് അതൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. ഞങ്ങളിപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ മാക്സിമം എല്ലാ സ്റ്റോൾസും എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അപ്പം എല്ലാവരും ഇത് കണ്ടറിഞ്ഞ് വരണം, അത്രേ പറയാനുള്ളൂ. വാഴക്കുളം ഡയാലിസിസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഡാൻസ് ഒക്കെ അവതരിപ്പിച്ചു. കാർണിവലിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബാൻഡ് മ്യൂസിക് തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. കേരളത്തിലെ ആദ്യ ഡയാലിസിസ് ക്ലബ് കൂടിയാണ് വാഴക്കുളം ഡയാലിസിസ് ക്ലബ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.